പിണറായി വിജയൻ എന്ന നേതാവിന്റെ കാല് കഴുകാൻ പറഞ്ഞാൽ ഞാൻ കഴുകും. കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന ഗോപിനാഥ് 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടത്. പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ എ.വി. ഗോപിനാഥ് ഇപ്പോൾ അടപടലം തോറ്റിരിക്കുകയാണ്. പിണറായിയുടെ തോളോട് തോള് ചേർന്ന് നിന്ന് കേരളം ഭരിക്കാൻ ഇറങ്ങിയ ഗോപിനാഥ് 132 വോട്ടിനാണ് തോറ്റത്. എ.വി. ഗോപിനാഥ് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ മുന്നണി എന്ന IDF CPM-ഉമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈകൊടുത്തത്. 50 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ അവസാനം കുറിക്കുമെന്നാണ് ഗോപിനാഥ് വെല്ലുവിളിച്ചത്. CPI-യും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും എ.വി. ഗോപിനാഥ് അവകാശപ്പെട്ടിരിക്കുകയാണ്. എ.വി. ഗോപിനാഥുമായി ധാരണയിലെത്തിയെന്നും മത്സരിക്കുന്ന സീറ്റുകളിലും മറ്റു കാര്യങ്ങളിലും അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നും CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി എ. അനിതാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 11 സീറ്റിലും CPM 5 സീറ്റിലുമാണ് വിജയിച്ചത്. കോൺഗ്രസിലെ രാധാമുരളി പ്രസിഡന്റായി. 2023 ഇവർ രാജിവെച്ചപ്പോൾ KM കേരളകുമാരി പ്രസിഡന്റായി. ഇത്തവണ 18 വാർഡാണ്. പ്രസിഡന്റ് സ്ഥാനം ജനറലും. എ.വി. ഗോപിനാഥും മത്സര രംഗത്തുണ്ടാകും. ഔദ്യോഗിക കോൺഗ്രസും മുസ്ലിം ലീഗും UDF-ഉം എല്ലാ സീറ്റിലും മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ വ്യക്തമാക്കി. എ.വി. ഗോപിനാഥ് ധൈര്യമുണ്ടെങ്കിൽ CPM-നെ കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 2009 മുതൽ നേതൃത്വവുമായി അകലം പാലിച്ച എ.വി. ഗോപിനാഥ് ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ കോൺഗ്രസ് വിട്ടു. 2023 നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയത്. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എ.വി. ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 338 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. 50 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശിയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ച എ.വി. ഗോപിനാഥിന്റെ രാഷ്ട്രീയ കരുനീക്കം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാകും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുൻ മന്ത്രി A.K. ബാലനുമായും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ I ഗ്രൂപ്പിന്റെ മുഖമായിരുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ മുൻ DCC പ്രസിഡന്റ് എ.വി. ഗോപിനാഥ് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ മുന്നണി, അതായത് IDF-ഉം CPIM-ഉം തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തി. 11 വാർഡിൽ IDF-ഉം 7ഇടത്ത് CPIM-ഉം മത്സരിക്കും. എ.വി. ഗോപിനാഥ് 7ാം വാർഡിലും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി 6ാം വാർഡിലും വൈസ് പ്രസിഡന്റ് E.P. പൗലോസ് 18ാം വാർഡിലും മത്സരിക്കും. 1, 2, 6, 8, 9, 10, 12, 13, 15, 18 വാർഡുകളിലാണ് IDF മത്സരിക്കുക. 3, 4, 5, 11, 14, 16, 17 വാർഡുകളിലാണ് CPIM-ന് നൽകിയത്. നിലവിലെ ഭരണസമിതിയിൽ ഗോപിനാഥ് പക്ഷത്തിന് 11ഉം CPIM-ന് 5ഉം അംഗങ്ങളാണുള്ളത്. അതേ നിലവിലെ CPIM അംഗങ്ങൾ ആരും ജനവിധി തേടുന്നില്ല. 2 ബ്ലോക്ക് ഡിവിഷനുകളിൽ ചൂലന്നൂരിൽ CPIM-ഉം പരുത്തിപ്പുള്ളിയിൽ IDF-ഉം മത്സരിക്കും. പരുത്തിപ്പുള്ളിയിൽ TM നിസാറാണ് IDF സ്ഥാനാർത്ഥി. അതേസമയം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും തങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതികരണം. എ.വി. ഗോപിനാഥ് പക്ഷത്തായിരുന്ന 2 അംഗങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു.